ഞായറാഴ്ചത്തെ കുർബാനയൊക്കെ കണ്ട് മടങ്ങും വഴി ബ്രേക്ക്ഫാസ്റ്റ് എന്തുണ്ടാക്കുമെന്നുള്ള ചിന്തയിൽ കപ്പയും മീനുമാക്കിയാലോ എന്ന് പറഞ്ഞ് നമ്മൾ മീനൊക്കെ വാങ്ങി വരുന്ന വഴിക്കാണ് ദീപാവലിയൊക്കെ അല്ലേ, അല്പം മധുരം നുണയാമെന്നുള്ള ചിന്തയിൽ പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ മുതലക്കോടത്തുള്ള നമ്മുടെ ബ്രദേഴ്സ് കേക്കിലേക്ക് കയറി പായസക്കൂട്ട് വാങ്ങാനായിട്ട്. അപ്പോഴാണ് അവിടെ ദീപാവലി സ്പെഷ്യൽ സ്വീറ്റ്സ് പാക്കറ്റ് കണ്ടത്. ഇത് വലിയ പാക്കറ്റും ഉണ്ട്, ചെറിയ പാക്കറ്റും ഉണ്ട്. നമ്മളൊരു വലിയ പാക്കറ്റാണ് വാങ്ങിയത്. അതിലെന്തൊക്കെയാണെന്ന് കാണാൻ നമ്മൾ മറ്റൊരു ഷോർട്സ് വീഡിയോയിലൂടെ നമുക്ക് കാണാം. അപ്പോൾ ഈ സ്വീറ്റ്സ് പാക്കറ്റിന് ചുറ്റുമിരിക്കുന്ന മധുരപലഹാരങ്ങൾ കണ്ടോ, പല പല നിറത്തിൽ, പല പല ആകൃതിയിൽ, വ്യത്യസ്തമായ രുചികളിൽ. ഇവയിൽ പലതിൻ്റെയും രുചി പോലും നമ്മൾ അറിഞ്ഞിട്ടില്ല. നമ്മളറിയാത്ത എത്രയെത്ര രുചികൾ നമുക്ക് ചുറ്റുമുണ്ടല്ലേ, എത്രയെത്ര കാഴ്ചകൾ, എത്രയെത്ര ടേസ്റ്റുകൾ എന്നൊക്കെ പറയാം. അങ്ങനെ നമ്മളത് പായസക്കൂട്ടൊക്കെ വാങ്ങി വരുവാണ്. അപ്പോൾ കപ്പയും മീനും എപ്പോൾ ഉണ്ടാക്കി കഴിക്കാനാ? അങ്ങനെ നമ്മൾ പട്ടയംകവലയിലുള്ള ബ്രദേഴ്സ് ഹോട്ടലിൽ കയറി. ഇവിടുത്തെ ടേസ്റ്റ് അപാരമാണ്, ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്. നമ്മൾ വാങ്ങിയത് നല്ല വെളുത്ത പാലപ്പവും വെജിറ്റബിൾ സ്റ്റൂവുമാണ് വാങ്ങിയത്. നല്ല രുചിയായിരുന്നു കേട്ടോ. അത് കഴിച്ചു വയറൊക്കെ നിറഞ്ഞു. അപ്പോൾ ഈ ഒരു കറി, വെജിറ്റബിൾ കറി നമ്മൾ അങ്ങനെ വാങ്ങാറുണ്ടായിരുന്നില്ല. ആദ്യമായിട്ടാണ് നമ്മൾ ഇവിടുത്തെ വെജിറ്റബിൾ കറി വാങ്ങിയത്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നമ്മളെപ്പോഴും നോൺ വെജാണ് വാങ്ങി കഴിക്കാറുള്ളത്. ഇന്നൊരു വ്യത്യസ്തമായിട്ടൊന്ന് ചിന്തിച്ച് നോക്കിയതാണ്. അപ്പോൾ കപ്പയും മീനും നമ്മൾ ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല, അത് ഉച്ചക്കത്തേക്കാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. കപ്പ ഇളക്കിൽ ചേട്ടൻ എക്സ്പേർട്ടാണെന്ന് ഇത് കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകും. ചെമ്പല്ലി മീനാണ് വാങ്ങിയത്. അങ്ങനെ നമ്മൾ കപ്പയും മീൻകറി, നല്ല കുടംപുളി ഇട്ട് വെച്ച മീൻകറിയൊക്കെ ആയിരുന്നു. പച്ചമുളക് അരച്ച് വെച്ച കപ്പയായിരുന്നു. അങ്ങനെ കപ്പപ്പുഴുക്കും മീൻകറിയൊക്കെ കൂട്ടി നമ്മളങ്ങ് കഴിച്ചു. ഇനിയിപ്പോൾ അമ്മച്ചീനെ കണ്ടില്ല എന്നും പറഞ്ഞാലും പരാതി പറയാനൊന്നും വരണ്ട. അമ്മച്ചി ഇവിടെ തന്നെയുണ്ട്, അല്ലാതെ വേറെ എവിടെ പോകാനാല്. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ട് ഇന്നലെ ഒരു ദിവസം പോയി. ഹാപ്പി ദീപാവലി.